വ്യോമസേന വിമാനത്തിൽ പ്രധാനമന്ത്രിയുടെ ചരിത്രപരമായ ലാൻഡിംഗ്. അസമിലെ ഏകദിന സന്ദർശനത്തിന് മോദി എത്തിയത് C-130J വിമാനത്തിലാണ്. ദേശീയപാതയിൽ നിർമ്മിച്ച പ്രത്യേക റൺവേയിൽ വ്യോമസേനാ വിമാനത്തിൽ പ്രധാനമന്ത്രിയുടെ ലാൻഡിംഗ്. അസമിലെ ഏകദിന സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി C-130J വിമാനത്തിൽ ദേശീയപാതയിലാണ് ലാൻഡ് ചെയ്തത്. അസമിലെ ദിബ്രുഗഡ് ജില്ലയിലെ മോറാനിൽ പുതിയതായി നിർമ്മിച്ച എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ചരിത്രപരമായ ലാൻഡിംഗ്. ഇന്ത്യൻ വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിലാണ് പ്രധാനമന്ത്രി ദേശീയപാതയിൽ നിർമ്മിച്ച റൺവേയിൽ ലാൻഡ് ചെയ്തത്. ദേശീയപാത 37-ലായിരുന്നു എമർജൻസി ലാൻഡിംഗ് നടന്നത്. അസമിലെ മോറാനും ഡെമോവിനും ഇടയിലുള്ള ദേശീയപാതയിലെ 4.2 കിലോമീറ്റർ നീളമുള്ള പ്രത്യേക ഭാഗത്താണ് ലാൻഡിംഗ് സ്ട്രിപ്പ് നിർമ്മിച്ചത്. 100 കോടി രൂപ ചെലവിലായിരുന്നു സംവിധാനം. സൈനിക വിമാനങ്ങൾക്ക് പുറമെ യാത്രാ വിമാനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ലാൻഡിംഗ് സൗകര്യം. 40 ടൺ ഭാരമുള്ള വിമാനങ്ങൾക്ക് ഇവിടെ ലാൻഡ് ചെയ്യാം. 74 ടൺ ഭാരമുള്ള വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാനും ഇവിടെ സാധിക്കും. ഇന്ത്യയിൽ 2021-ലാണ് രാജസ്ഥാനിലെ ബാർമർ ജില്ലയിൽ ആദ്യമായി എമർജൻസി ലാൻഡിംഗ് സൗകര്യം ഒരുങ്ങിയത്. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ ഒരു ദേശീയപാതയിൽ ആദ്യമായാണ് ഇത്തരം സൗകര്യമൊരുക്കുന്നത്. ഒരു പ്രധാനമന്ത്രി വിമാനത്താവളത്തിനു പകരം ഹൈവേ ലാൻഡ് ചെയ്യുന്നതും ഇതാദ്യം. ലാൻഡിംഗിന് ശേഷം പ്രധാനമന്ത്രി എമർജൻസി ലാൻഡിംഗ് സൗകര്യം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതാണ് ഈ സൗകര്യം. ദേശീയ സുരക്ഷയ്ക്കും തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്കും വടക്കുകിഴക്കൻ മേഖലയിൽ ഇത്തരം ഹൈവേ റൺവേകൾ നിർണായകമാണ്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി റാഫേൽ, സുഖോയ് 30 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഉൾപ്പെട്ട വിപുലമായ വ്യോമാഭ്യാസ പ്രകടനവും നടന്നു. 16 വിമാനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ഗുവാഹത്തിയിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള പുതിയ പാലം, IIM ഗുവാഹത്തിയുടെ താൽക്കാലിക ക്യാമ്പസ് എന്നിവയുടെ ഉദ്ഘാടനവും മോദി നിർവഹിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.